സീറോ മലബാർ സഭയുടെ 5ാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി ഇന്ന് ഇവിടെ പൂർത്തിയാവുകയാണ്. കഴിഞ്ഞ 4 ദിവസം പിതാവേ, വളരെ അഭിമാന നിമിഷമായിരുന്നു സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം. വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു സമ്മേളനം അവസാനിച്ചിരിക്കുകയാണ്. ഒരു ജനറൽ കൺവീനർ എന്ന നിലയിൽ പിതാവ് വളരെ സന്തോഷവാനാണ്. പറയാവൂ. സീറോ മലബാർ സഭയുടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ 5ാം സമ്മേളനമാണ് ഇന്ന് സമാപിക്കുക. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ സമാപന ദിനത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുക. സമകാലിക പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുവാനും സഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സഭയുടെ ദൗത്യത്തെക്കുറിച്ച് കൂടുതൽ ബോധ്യപ്പെടുത്തുവാനും ഈ അസംബ്ലി സഹായിച്ചു. 35 രൂപതകളിൽ നിന്നും യൂറോപ്പിലെ അപ്പസ്തോലിക് വിസിറ്റേഷനിൽ നിന്നും ഗൾഫ്, സൗത്ത് ആഫ്രിക്ക, ശ്രീലങ്ക, സിംഗപ്പൂർ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റികളുടെ പ്രതിനിധികളും കൂടെ അടങ്ങുന്ന ഈ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി ഒരു കൂട്ടായ്മയുടെ വലിയ അനുഭവമായിരുന്നു. മെത്രാന്മാരും വൈദികരും സമർപ്പിതരും ആത്മായ സഹോദരങ്ങളും ഒന്നിച്ച് ഈ 4 ദിവസങ്ങൾ ഇവിടെ ചിലവഴിച്ചു. യുണൈറ്റഡ് വി സ്റ്റാൻഡ്, ഡിവൈഡഡ് വി പെരിഷ്. ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ദർശനമാണ്. ഒന്നിച്ച് നിന്നാൽ നമ്മളൊക്കെ ശക്തരാണ്. ഈ ഒന്നിച്ച് നിൽപ്പിൻ്റെ ഒരു കൂട്ടായ്മയുടെ വലിയൊരു പ്രകാശനമായിരുന്നു ഈ സമ്മേളനം. സഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് ഒപ്പം നടക്കാനും ഒന്നിച്ച് നടക്കാനും ഒരേ ഹൃദയത്തോടും ഒരേ ആത്മാവോടും കൂടെ മുന്നോട്ട് പോകാനുമുള്ള നല്ല തീരുമാനത്തോടു കൂടിയാണ് ഈ അസംബ്ലി സമാപിക്കുക. വിശ്വാസ പരിശീലനത്തിൻ്റെ നവീകരണവും അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ അൽമായയുടെ പങ്കാളിത്തവും സാമുദായിക ശാക്തീകരണവും 3 വിഷയങ്ങൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു. അതുകൂടാതെ സാമൂഹ്യ സഭാപരമായിട്ടുള്ള വെല്ലുവിളികളും ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയട്ടെ. സഭ ഒന്നിച്ചു പോകേണ്ടതിൻ്റെ ആവശ്യകതയും കൂട്ടായ്മയോടുകൂടെ കൂട്ടുത്തരവാദിത്വത്തോടുകൂടെ മുന്നേറേണ്ട ആവശ്യകതയും വളരെ വ്യക്തമായിട്ട് ഈ അസംബ്ലി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോശി കമ്മീഷൻ്റെ റിപ്പോർട്ട്, അതിൻ്റെ വെളിച്ചത്തിൽ ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ സർക്കാർ ഏറ്റെടുക്കേണ്ട കാര്യവും ഇവിടെ വിശകലനം ചെയ്തു. മുല്ലപ്പെരിയാർ പ്രശ്നവും അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ കർഷകർ നേരിടുന്ന വേദനകളും എല്ലാം ചർച്ചയിൽ വന്നു. ഈ ചർച്ചകളുടെ വെളിച്ചത്തിൽ ഈ അസംബ്ലി രൂപീകരിച്ചിട്ടുള്ള പ്രപ്പോസൽസ് അത് മേജർ ആർച്ച് ബിഷപ്പ് വഴി സിനഡിനായിട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി സിനഡാണ് അത് വിശകലനം ചെയ്ത് അതൊരു ഡോക്യുമെൻ്റായിട്ട് അത് നടപ്പിലാക്കുവാൻ ആഹ്വാനം ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം, പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. തുടർന്ന് ഈ പ്രപ്പോസൽസ് സിനഡ് ഔദ്യോഗിക രേഖയായിട്ട് പുറത്തിറക്കുമ്പോൾ അത് നടപ്പിലാക്കാൻ ഒരുമിച്ച് പരിശ്രമിക്കാം. അങ്ങനെ കാലികമായിട്ടുള്ള നവീകരണം നമ്മുടെ സഭയിൽ ഉണ്ടാകുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സിനഡിലെടുത്ത തീരുമാനങ്ങൾ എന്നു മുതൽ പ്രാബല്യത്തിൽ അല്ലെങ്കിൽ നടപ്പാക്കി വരും? തീർച്ചയായിട്ടും ഈ സിനഡിൽ തിങ്കളാഴ്ച മുതൽ സിനഡ് തുടരുകയാണ്. ഈ പ്രപ്പോസൽസ് ചർച്ച ചെയ്യും. അതിനുശേഷം മേജർ ആർച്ച് ബിഷപ്പ് ഔദ്യോഗികമായിട്ട് രേഖ പുറത്തിറക്കും. അത് കഴിഞ്ഞാൽ അവയൊക്കെ പ്രായോഗികമാക്കേണ്ടിയിരിക്കും. തീർച്ചയായും സഭയുടെ 35 രൂപതകളും യൂറോപ്പിലെ അപ്പസ്തോലിക് വിസിറ്റേഷനിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ചിരിക്കുകയും സഭ നേരിടുന്ന സമകാലിക പ്രശ്നങ്ങളെ വളരെ ആഴത്തിൽ ചിന്തിക്കുകയും പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുകയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പന്തക്കുസ്ത അനുഭവമായിരുന്നു ഈ അസംബ്ലി എന്ന് പറയുന്നതിൽ
വളരെ സന്തോഷമുണ്ട്. വ്യത്യസ്ത അഭിപ്രായങ്ങളെല്ലാം പരിശുദ്ധാത്മാവിനെ ശ്രവിച്ചപ്പോൾ കൂട്ടായ്മയുടെ സ്വരമായി പരിണമിച്ചു എന്നുള്ളതാണ് ഈ അസംബ്ലി അനുഭവമായിട്ട് എനിക്ക് പറയാനുള്ളത്. അസംബ്ലി ഇവിടെ പൂർണ്ണമാകുന്നു. ഇനിയുള്ള ഇതിൻ്റെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഭാവി പരിപാടികൾ അസംബ്ലിയുടെ നിർദ്ദേശങ്ങൾ തീർച്ചയായും വരും ദിവസങ്ങളിലെ സിനഡിൽ ചർച്ച ചെയ്യുകയും അത് നടപ്പിൽ വരുത്തുന്നതിനുള്ള കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നതാണ്. ആ കർമ്മപദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ താൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന് അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പ് സമാപന സന്ദേശത്തിൽ തന്നെ വ്യക്തമാക്കിയതാണ്. പിതാവിനോട് ചേർന്ന് ഈ കർമ്മപദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ സിനഡ് ഒരു മനസ്സോടെ പ്രവർത്തിക്കുന്നതായിരിക്കും. വൈദികരോടും സന്യസ്തരോടും ഒപ്പം തന്നെ അൽമായരെയും ഉൾച്ചേർത്ത് കൂട്ടിക്കൊണ്ടുവന്ന ഒരു അസംബ്ലിയായിരുന്നു ഇത്. സുവിശേഷവൽക്കരണത്തിന് അൽമായരുടെ പ്രാധാന്യം എത്രത്തോളമാണ്? സുവിശേഷവൽക്കരണത്തിൽ അൽമായർക്കുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് ഒരു പ്രധാന വിഷയം തന്നെ ഈ സിനഡിൽ അതുതന്നെയായിരുന്നു. അൽമായർ വിവിധ മേഖലകളിൽ സുവിശേഷവൽക്കരണത്തിന് വേണ്ടി സജീവ സാക്ഷികളാകുന്നു. ഒന്ന്, അവരുടെ മാതൃകാപരമായ കുടുംബജീവിതം തന്നെ ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണമാണ്. അവരുടെ മാതൃകയിൽ വളരുന്ന മക്കളാണ് സഭയുടെ കരുത്ത് എന്ന് പറയുന്നത്. സഭയെ ഗാർഹിക സഭയാക്കി മാറ്റുന്നത് അൽമായരാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഇപ്പോൾ അൽമായർ ആരംഭിക്കുന്ന വിവിധ സംവിധാനങ്ങൾ, പ്രസ്ഥാനങ്ങൾ, സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടിയുള്ള ടെലിവിഷൻ ചാനലുകൾ ഉൾപ്പെടെ നമുക്കിപ്പോൾ മലയാളത്തിലുണ്ട്. ഫിയാത്ത് മിഷൻ, ജീസസ് യൂത്ത് തുടങ്ങിയ സംരംഭങ്ങൾ സുവിശേഷ പ്രഘോഷണത്തിന് ജീവിതം തന്നെ സമർപ്പിച്ച് പ്രവർത്തിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുനാൾ മുതലേ നടത്തുന്ന പരിശീലനം, മിഷൻ ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ, അതിലൂടെ വളരുന്ന ദൈവവിളികൾ, ഭാരത സഭയുടെ മിഷൻ പ്രവർത്തനത്തിന് ദിശാബോധം നൽകാൻ കേരള സഭയ്ക്ക് കഴിയുന്നത് ഈ വലിയൊരു അൽമായ പങ്കാളിത്തം ഉള്ളതുകൊണ്ടുകൂടിയാണ്. ഈ 4 ദിവസത്തെ ഈ സമ്മേളനം ഒരു വലിയ ഒരു തുറവിയാണ് നമുക്ക് സഭയ്ക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ സഭയെക്കുറിച്ച് ആഴമായി മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും എങ്ങനെയൊക്കെയാണ് ഇനി ഭാവി ആയിരിക്കേണ്ടതെന്ന് നമുക്ക് വന്നിട്ടുള്ള പോരായ്മകളും നമ്മുടെ സാധ്യതകളും ഇതെല്ലാം വളരെ സൂക്ഷ്മമായിട്ടും വിശാലമായിട്ടും നമ്മളിവിടെ വിശകലനം ചെയ്യുകയുണ്ടായി. അപ്പം അത് വലിയൊരു നാഴികക്കല്ലാണ്, സഭയുടെ വളർച്ചയിൽ വലിയൊരു നാഴികക്കല്ലാണ് ഇത് സമാപിക്കുന്ന ഈ 5ാമത് സിറോ മലബാർ സഭയുടെ മേജർ എപ്പാർക്കിയൽ അസംബ്ലി എന്ന് പറയുന്നത്. ഇതിൽ വളരെയധികം പേരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഇതൊക്കെ ഇവിടെ വ്യക്തമായിരുന്നു. അവർ സഭയെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഇതിലൂടെ കുറേ വ്യക്തമാക്കാനായിട്ട് കഴിഞ്ഞു. പിന്നെ അവർ സ്വപ്നം കാണുന്ന ഒരു സമുദായം, ഒരു നമ്മുടെ സിറിയൻ പാരമ്പര്യത്തിലുള്ള ഒരു സമുദായം നമ്മുടെ നാട്ടിലും വിദേശത്തും ഒക്കെ എങ്ങനെയാണ് നമുക്കൊരു പുതിയ സംസ്കാരം, ഒരു മാർ തോമാസ് ലീഗായിൽ നിന്ന് നമ്മൾ സ്വീകരിച്ച ആ വിശ്വാസ പാരമ്പര്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ഒരു ക്രിസ്തീയമായ ഒരു പ്രത്യേകതയോട് കൂടിയ ഒരു സംസ്കാരം നമുക്ക് എങ്ങനെയൊക്കെ പരിപോഷിപ്പിക്കാൻ കഴിയും. അതുപോലെ നിലവിലുള്ള ഒരു സംസ്കാരത്തിന് കുറെ കൂടി ജീവനേകുവാനായിട്ട്, അതിനെ കുറെ കൂടി ചലനാത്മകമാക്കുവാനായിട്ട് ഈ സമ്മേളനത്തിന് ഇവിടെ പല ചിന്തകളിലൂടെ നമുക്ക് ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ സഭയുടെ ഭാവിക്ക് വളരെ ഉപകാരം ചെയ്യും എന്ന് ഞാൻ ന്യായമായിട്ടും ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്കുള്ള ആകുലതകളെല്ലാം മാറ്റാനും കുറെ കൂടി നമ്മൾ അടുത്ത് വരുവാനും ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. പിതാവ് ചിക്കാഗോ രൂപതയിലാണ്. അപ്പോൾ പ്രവാസി സമൂഹവുമായി ബന്ധപ്പെട്ട് അവരുടെ വിശ്വാസത്തെ വളർത്തിയെടുക്കാനും അല്ലെങ്കിൽ നമ്മുടെ സീറോ മലബാർ സഭയുടെ പൈതൃകം അവരിലും കൂടി കൃത്യമായി ചെയ്യാനായിട്ട് ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ എന്തൊക്കെയായിരുന്നു വന്ന്? വാസ്തവത്തിൽ ഈ സമ്മേളനത്തിൽ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത് കേരളത്തിൻ്റെ സിറ്റുവേഷനും ഇന്ത്യയുടെ സിറ്റുവേഷനുമാണ് അധികവും പ്രതിഫലിച്ചത്. പിന്നെ അതിനോട് ചേർന്ന് ഇപ്പോൾ ഇവിടുന്ന് പുറം ലോകത്തേക്ക് പോകുന്നവരാണല്ലോ അവിടെ സഭ രൂപീകരിക്കുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളുടെ ഒക്കെ പ്രതികരണങ്ങൾ അവിടെയും ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുലർത്തേണ്ടതായ ആ ഒരു ബാലൻസിങ്,
ഒരു പുതിയ സംസ്കാരത്തിലേക്ക് അവർ പറിച്ച് നടപ്പെടുമ്പോഴുണ്ടാകുന്ന ആ ഒരു വിഭ്രാന്തി നമുക്ക് എങ്ങനെ മറികടക്കാൻ കഴിയും, കുറേ കൂടി സാധ്യതകളുള്ളത് നമുക്ക് എങ്ങനെ ടാപ്പ് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ചിന്തകൾ ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകമായിട്ടുണ്ടായ ചിന്ത നമ്മുടെ യുവജനങ്ങളെ എങ്ങനെ നമുക്ക് സഭയോട് ചേർത്ത് നിർത്താൻ കഴിയും എന്നുള്ളത് ഒരു വലിയ വിഷയമായിരുന്നു. ഇവിടെ നിന്ന് പോകുന്ന നമ്മുടെ മക്കളെ നമ്മൾ ഇവിടെ നിന്ന് തൊട്ട് തന്നെ അക്കമ്പനി ചെയ്യാനായിട്ടുള്ള ചില പദ്ധതികൾ നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അത് ഓരോ ഇടവകകളും രൂപതകളും അവിടെയുള്ള രൂപതകളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് ഒരു നല്ല റിലേഷൻഷിപ്പ് സ്ഥാപിച്ച് അവരെയൊക്കെ നമ്മുടെ സഭയുടെ ഒരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാനും ഒരു ആത്മീയമായ രീതിയിൽ വളരാനുമുള്ള ഒരു സാധ്യതയും സാഹചര്യവും അവർക്ക് അവിടെ ഉണ്ടാക്കി കൊടുക്കണം. പലപ്പോഴും സംഭവിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഐ എം ഫ്രീ എന്നുള്ള, ഇനിയിപ്പോൾ എനിക്ക് വേറെ പള്ളിയും വേണ്ട എനിക്ക്, പക്ഷേ അത് നമ്മളൊരിക്കലും അങ്ങനെ ആകരുത്. നമുക്ക് ഒരു കണ്ടിന്യൂവേഷനുണ്ട്. ഇവിടെ ആയാലും അവിടെ ആയാലും ഞാൻ ഒരു ക്രൈസ്തവനാണ്, സീറോ മലബാർ വിശ്വാസിയാണ്, എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ക്രൈസ്തവമായ ഉത്തരവാദിത്വമുണ്ട്. പിന്നെ ഞാനെപ്പോഴും അവിടെ പറയുന്നത്, നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു നമ്മുടെ അന്നം തേടി മാത്രമല്ല, നമ്മുടെ ആത്മാവിനെ കൂടി തേടാനായിട്ടുള്ള ഒരു സാധ്യതയാണ് ദൈവം നമുക്ക് തുറന്നു തന്നിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉയരാനും ഉണരാനും ഇനി മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് സാധിക്കണം. അപ്പോൾ കൂടുതൽ ലഭിച്ചവൻ കൊടുക്കാൻ ബാധ്യസ്ഥനായിരിക്കുന്നത് പോലെ നമുക്ക് ദൈവം ഒരു അവസരങ്ങളൊക്കെ കൂടുതൽ മെച്ചപ്പെട്ട അവസരം തന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായ രീതിയിൽ നമ്മൾ വിനിയോഗിക്കാനായിട്ടുള്ളൊരു ബാധ്യതയും ഉണ്ട് എന്ന് ഞാൻ പറയാറുണ്ട്. അതാണ് നമ്മുടെ മിഷൻ വർക്ക്. നമ്മളവിടെ മിഷണറിമാരായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഞാൻ എപ്പോഴും അവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് അടിച്ചു കിട്ടിയിരിക്കുന്ന വിസ എന്ന് പറയുന്നത് ഒരു മിഷണറി വിസയായിട്ട് നമ്മൾ കണക്ക് കൂട്ടണം. എന്നാലേ നമ്മുടെ ഭൗതികമായ ജീവിതത്തിലാണെങ്കിൽ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഉയർച്ച ഉണ്ടാകുകയുള്ളൂ. 3 വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. വിശ്വാസ പരിശീലനം, സഭാംഗങ്ങളെ വിശ്വാസത്തിൽ ബോധ്യപ്പെടുത്തുക. രണ്ടാമത്തത് മിഷണറി പ്രവർത്തനങ്ങൾക്ക് അൽമായരെയും സജ്ജരാക്കുക. മൂന്നാമത് സമുദായ ശാക്തീകരണം. അതിന് വ്യക്തമായ കർമ്മപദ്ധതികളോടെ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും ഒരു പ്രചോദനമായി ഈ അസംബ്ലി. അതുകൊണ്ട് വളരെ നന്നായി പ്ലാൻ ചെയ്ത പാലയിലെ ഈ അസംബ്ലി വലിയ വിജയമായിരുന്നു. അതുകൊണ്ട് പാലക്കാരെ എല്ലാവരും പ്രത്യേകം അനുമോദിക്കുന്നു. വളരെ നന്നായി തന്നെ അറേഞ്ച് ചെയ്തു. ഇനി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ മനസ്സിലുള്ള ചിന്തകൾ. കാരണം നമ്മുടെ സഭയുടെ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ പലവിധ സന്നിഗ്ധാവസ്ഥകളും മനസ്സിൽ വ്യത്യസ്ത ചിന്തകളുമെല്ലാമായിട്ടാണ് പലരും വന്നത്. എങ്കിലും ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെങ്കിലും പൊതുവെ സഭയുടെ നിലപാടുകളും സഭയുടെ ആരാധനാക്രമത്തെക്കുറിച്ച് തന്നെയുള്ള നിലപാടുകളുമെല്ലാം കുറച്ചുകൂടി വ്യക്തമാക്കാനായിട്ട് നമ്മുടെ 35 രൂപതകളും യൂറോപ്യൻ അപ്പസ്തോലിക് വിസിറ്റേഷനിൽ നിന്നും എല്ലാം വിശ്വാസി സമൂഹവും വൈദികരും സമർപ്പിതരും പിതാക്കന്മാരും എല്ലാവരും ഒത്തുചേർന്നെടുത്ത് സഭയുടെ ഈവൻ നമുക്കിപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ വിവാദ വിഷയമായിരിക്കുന്ന ആരാധനാക്രമത്തെക്കുറിച്ച് തന്നെയുള്ള അതിൻ്റെ നവീകരണത്തിൻ്റെ ചരിത്രം തന്നെ പറയുവാനും വ്യക്തമാക്കുവാനും എല്ലാം നമുക്ക് സാധിച്ചു. പക്ഷേ നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ 3 നൂറ്റാണ്ട് നമ്മൾ മറ്റൊരു ആരാധനാക്രമ ശൈലിയും രീതികളുമെല്ലാം അനുകരിച്ചും പാലിച്ചുമെല്ലാം പോയതുകൊണ്ട് അത് തിരുത്തി എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി മുമ്പോട്ട് പോകുവാനായിട്ട് അല്പസമയം എടുക്കുമായിരിക്കും. പക്ഷേ എങ്കിലും പ്രത്യാശയോടെയാണ് നമ്മൾ പിരിയുന്നത്. കാരണം ഈ ഒന്നിച്ചു നിൽക്കണം എന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ ആരാധനാക്രമത്തിൻ്റെ പൈതൃകവും സഭയുടെ പൈതൃകവും പൗരസ്ത്യ സുറിയാനി പൈതൃകം തന്നെയാണ് എന്നൊക്കെ യൂറോപ്പിലും അമേരിക്കയിലും താമസിക്കുന്ന അവിടെ ജനിച്ചു വളർന്ന യുവജനങ്ങൾ തന്നെ ഏകസ്വരത്തോടെ പറയുകയും അത് നമ്മൾ വീണ്ടെടുക്കണമെന്നവർ അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് കേരളത്തിൽ ജനിച്ചു വളർന്നവർക്കും
ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പുലർത്തുന്നവർക്കുമൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം അവർ തന്നെ പറഞ്ഞതാണ്, നമ്മുടെ ഈവൻ ലിറ്റാജിക്കൽ ലാംഗ്വേജ് ആയിട്ടുള്ള സുറിയാനി പോലും അതിൻ്റെ പൈതൃകം നഷ്ടപ്പെടാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണമെന്നൊക്കെ ചെറുപ്പക്കാരെ, പ്രവാസികളായിട്ടുള്ള നമ്മുടെ മാതാപിതാക്കളുടെ മക്കൾ അത് ഏറ്റുപറയുകയും ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ അത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. അതുപോലെ മാർപ്പാപ്പ 2025 ജൂബിലി വർഷത്തിന് നൽകിയിട്ടുള്ള മോട്ടോ എന്ന് പറഞ്ഞാൽ വി ആർ പിൽഗ്രിംസ് ഓഫ് ഹോപ്പ് എന്നുള്ളതാണ്. ആ പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നുള്ളത് തന്നെയാണ് നമുക്ക് സീറോ മലബാർ സഭയ്ക്കും മുമ്പോട്ട് നോക്കുമ്പോൾ പറയുവാനായിട്ടുള്ള കാര്യം. അതാണ് നമ്മുടെ ഒരു തനിമയും അത് തന്നെയാണ്. നമ്മൾ പ്രത്യാശയുടെ മക്കളാണെന്നുള്ളതാണ്. വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്ന ആരാധനാ സമൂഹം എന്നുള്ളതാണ് നമ്മുടെ തനിമ. അപ്പോൾ ആ രീതിയിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ്. തീർച്ചയായിട്ടും മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ മറ്റു കാര്യങ്ങളോ ഇല്ലെന്നല്ല, എങ്കിലും ഇതിനെയെല്ലാം നമ്മുടെ സഭയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് തീർച്ചയായിട്ടും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നാണ് നമ്മുടെ പിതാക്കന്മാരും അൽമായരും തന്നെ ഇതിനു വേണ്ടിയും ഈ തനിമയ്ക്ക് വേണ്ടിയുമൊക്കെ പിടിച്ചു നിന്ന് അവർ ഇവിടം വരെ എത്തിച്ചതെങ്കിൽ നമ്മളത് തുടരുവാനും അത് കൈമാറി കൊടുക്കുവാനും നമുക്കുള്ള ഉത്തരവാദിത്വവും ഈ കാലഘട്ടത്തിലുള്ളവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്രത്യാശയോടെയാണ് മുമ്പോട്ട് നോക്കുന്നത്. താങ്ക് യു വെരി മച്ച്. ഗുഡ്നസ് TV ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകൾക്കും നമ്മുടെ സഭയുടെ കാര്യങ്ങൾ നിലപാടുകൾ അറിയിക്കുവാനായിട്ട് നിങ്ങൾ ചെയ്യുന്ന സന്നദ്ധതയ്ക്കും നിങ്ങളുടെ സമർപ്പണത്തിനും പ്രത്യേകമായിട്ട് നന്ദിയും പറഞ്ഞുകൊണ്ട് താങ്ക് യു വെരി മച്ച്. ചെറിയ ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനായിട്ട് സാധിച്ചു. പക്ഷേ പ്രധാനപ്പെട്ട സംഗതി ഈ അഭിപ്രായ പ്രകടനങ്ങൾ, ആശയങ്ങൾ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. 5 വർഷം മുൻപ് നമ്മൾ നടത്തിയിട്ടുള്ള അസംബ്ലിയുടെ തീരുമാനങ്ങൾ ഈ അസംബ്ലിയുടെ ആരംഭത്തിൽ നമ്മളൊന്ന് വിശകലനം ചെയ്യുകയുണ്ടായി. പക്ഷെ അതിനൊരു തുടർച്ച ഉണ്ടാവണം. അതിലാണ് ഇങ്ങനെയുള്ള അസംബ്ലികളുടെ വിജയം കൂടിയിരിക്കുന്നത്. നമ്മുടെ സഭയുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിന് ഇതുപോലെയുള്ള വേദികൾ, അസംബ്ലികൾ സഹായമാകട്ടെ എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രതീക്ഷ. അസംബ്ലി നല്ലൊരു നവോന്മേഷം പകരുന്ന ഒരു അനുഭവമായിട്ട് മാറി. നമ്മളെല്ലാവരും ഒരേ ക്യാമ്പസിൽ താമസിക്കുകയും ഒരേ ചിന്തകൾ പങ്കുവയ്ക്കുകയും ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ചും വളരെ ബുദ്ധിമുട്ട് കുറഞ്ഞ സമയങ്ങളിലൂടെ ലോകവും മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമ്മൾ നേരിടുന്ന പുതിയ വെല്ലുവിളികളെ നമ്മളൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന രീതി പറഞ്ഞു. അപ്പം നമ്മൾ പങ്കുവെച്ച പ്രശ്നങ്ങൾക്ക് തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഉചിതമായ മറുപടിയുള്ള ആളുകൾ ഈ അസംബ്ലിയിൽ സംസാരിക്കുകയുണ്ടായി. അതുകൊണ്ട് വളരെ പ്രതീക്ഷാ നിർഭരമായ ഒരു അസംബ്ലി ആയിട്ടാണ് ഇത് പര്യവസാനിക്കുന്നത്. പിതാവ് മിഷനിലാണ്, മിഷൻ പ്രവർത്തനങ്ങൾ പിതാവ് ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അസംബ്ലിയിൽ എന്തൊക്കെയായിരുന്നു തീരുമാനം? അത് നമ്മൾ പ്രത്യേകമായിട്ട് കണ്ടത് കാലോചിതമായ മാറ്റങ്ങൾ വരുത്തി, പ്രത്യേകിച്ച് നമ്മുടെ കാറ്റഗിസവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലും അവതരിപ്പിക്കുന്ന രീതിയിലും, അതുപോലെ തന്നെ നമ്മളൊരു മിഷണറി ചർച്ചാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയൊരു ഉത്തരവാദിത്വം നമുക്ക് ഇട്ടിരിക്കുന്ന സുവിശേഷം പോയി ആളുകളോട് ജീവിതം വഴിയായിട്ട്, ബൈ അട്രാക്ഷൻ, വിറ്റ്നസ് വഴിയായിട്ട് പറഞ്ഞു. പൊതുവേ എല്ലാം വളരെ നന്നായിരുന്നു പറയാൻ എനിക്ക് ആഗ്രഹം. കാരണം ഒന്നാമത്തെ ഇതിൻ്റെ സംഘാടക പ്രാവീണ്യം, അത് പാലായെ നമ്മൾ സ്തുതിക്കേണ്ട ഒന്ന് തന്നെയാണ്. കാരണം അവർ അത്രയും മനോഹരമായിട്ട് അത് ചെയ്തു എന്നുള്ളതാണ്. അതിൻ്റെ ഓർഗനൈസേഷനിൽ യാതൊരു തരത്തിലുള്ള ഒരു കുറവും പറയാനായിട്ടില്ല. എല്ലാം വളരെ ഭംഗിയായിട്ട്, മാത്രമല്ല ഇവർക്ക് അവരുടേതായ ഒരു വലിയ ഒരു എന്താ പറയുന്ന ഒരു കുലീനത്വം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വരുമ്പോൾ ആ ഒരു ഫീലിംഗ് ഉണ്ട്, പാലായുടെ ഒരു കുലീനത്വം. പിന്നെ രണ്ടാമത്തെ കാര്യമാണെങ്കിലും നമ്മുടെ ഇവിടുത്തെ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ, നമ്മുടെ ചർച്ചകളാണെങ്കിലും എല്ലാം വെൽ ഓർഗനൈസ്ഡ്, ഗ്രൂപ്പ് ചർച്ചകളൊക്കെ ആണെങ്കിലും യാതൊരു പ്രശ്നവും കൂടാതെ ഇത് പോയി. പിന്നെ നമുക്കറിയാം ഈ ഭാഷയുടെ ഒരു പ്രശ്നമുണ്ട്, പല ഭാഷക്കാരാണ് വരുന്നത്. അപ്പോൾ പലയിടത്തു നിന്ന് വരുന്നൊരു തമിഴുണ്ട്, കന്നഡയുണ്ട്, അല്ലെങ്കിൽ ഹിന്ദിയുണ്ട്, വേറെ ഭാഷകളുണ്ട്. അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. പക്ഷേ അത് നമുക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. നമ്മൾ ഭൂരിപക്ഷം മലയാളികളാകുമ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് അതായിരുന്നു പലപ്പോഴും പലർക്കും ഉണ്ടായ ചെറിയൊരു ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു വളരെ നന്നായിരുന്നു. പിന്നെ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഈ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളുടെയൊക്കെ പോയിൻറ്റ്സ് എല്ലാം സിനഡിലേക്ക് കൊടുക്കും. അത് കഴിഞ്ഞ് സിനഡ് ഒന്നുകൂടി ചർച്ച ചെയ്യണം, നമുക്ക് ഏതാണ് പ്രായോഗികമല്ലാത്ത എന്നൊക്കെ ചിന്തിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ അതെല്ലാം ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് നമുക്കൊരു സംഘടന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ ഓർഗനൈസേഷൻ പോലെ ഇതിനൊരു മോണിറ്ററിങ് ഏജൻസി ഇല്ല. എല്ലാ രൂപതകളും അവരവരുടേതായ രീതിയിലാണ് ചെയ്യുന്നത്, അല്ലെ ഓരോ സമൂഹം, ഒരു സന്യാസ സമൂഹമൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ പരിമിതികളുണ്ടാകും. പിന്നെ നമ്മൾ ഓരോ സംസ്കാരം, സ്ഥലം, ഇതെല്ലാം നോക്കി ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിവിടെ മലയാളത്തിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പറയുന്ന എല്ലാ കാര്യവും അമേരിക്കക്കാർക്കോ ഓസ്ട്രേലിയക്കാർക്കോ പ്രസക്തമല്ല, ആവശ്യമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സാഗർ,
ജംഷഡ്പൂർ ജഗദൽപൂർ അങ്ങനെയുള്ള രൂപതകൾ അവർക്ക് നമ്മൾ പറയുന്ന ഒരു കാര്യം പ്രസക്തമല്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി ഒരുപക്ഷെ നമ്മൾ ഈ അസംബ്ലി വൈവിധ്യവൽക്കരിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള റീജിയനുകൾക്കും സംസ്കാരങ്ങൾക്ക് വേണ്ടി വേറെ വേറെ ചെറിയ മീറ്റിങ്ങുകൾ കൂടി അവരുടെ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ അങ്ങനെ ഒരു കാര്യം ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. സിനഡിലൊക്കെയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഈ അങ്ങനെയുള്ള ഭാഗത്ത് നിന്ന് വരുന്നവരെല്ലാം ഞങ്ങൾ ഒന്നിച്ചുകൂടി അവരുടെ ഒരു പൊതു കാര്യം ഞങ്ങളോട് ബാക്കി മൊത്തത്തിലുള്ളവർക്ക് അറിയിക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതാണ് എനിക്ക് മൊത്തത്തിൽ പറയാനുള്ള നല്ലൊരു അനുഭവമായിട്ട് തന്നെയാണ്. സ്വാഭാവികമായിട്ട് അതിൻ്റെ നമ്മളൊരു പ്രതീക്ഷിച്ച് വന്ന എല്ലാവർക്കും എല്ലാ രീതിയിലൊന്നും അനുഭവപ്പെട്ട് കാണില്ല, എങ്കിലും മൊത്തത്തിൽ നന്നായിരുന്നു. അപ്പോൾ ഞാനിത് ആദ്യം മുതൽ കൂടുന്നതാണ്, എല്ലാ അസംബ്ലിയും ഞാൻ പങ്കെടുത്ത ആളാണ്. അതുകൊണ്ട് എനിക്കതിനകത്തൊരു പുതുമയില്ല, പക്ഷേ എങ്കിലും എല്ലാം പുരോഗമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ പ്രധാനമായിട്ട് 3 വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. അത് ഒന്നാമത് വിശ്വാസ പരിശീലനത്തെക്കുറിച്ചാണ്. വിശ്വാസ പരിശീലനത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ, അതിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ മെത്തഡോളജി, അതൊക്കെ മാറുന്ന കാലഘട്ടത്തിനനുസൃതമായിട്ട് മാറ്റങ്ങൾ ഉണ്ടാവണം. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസ ബോധ്യങ്ങൾ രൂപീകരിക്കുന്ന തരത്തിൽ അത് പുനഃക്രമീകരിക്കണം. അതുപോലെ വിശ്വാസ പരിശീലകരെ നല്ല രീതിയിൽ വാർത്തെടുക്കണം. അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളും അതിന് ഉപയുക്തമായിട്ടുള്ള പുതിയ ഘടനകളുമെല്ലാം തീർച്ചയായിട്ടും ഉണ്ടാവും. അതോടൊപ്പം അൽമായരുടെ പ്രേക്ഷിത മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് ഒരു അൽമായ പ്രേക്ഷിത സമൂഹത്തെ രൂപീകരിക്കാനായിട്ട്, പ്രേക്ഷിത പ്രവർത്തനത്തിന് താല്പര്യമുള്ളവരെ രൂപീകരിക്കുവാനും ഒക്കെ ആയിട്ടുള്ള ഒരു തീരുമാനമുണ്ട്. അതോടൊപ്പം ഇപ്പോൾ തന്നെ നമ്മുടെ ഒത്തിരി അൽമായർ ഈശോയെ പ്രഘോഷിക്കുന്നവരുണ്ട്. അത് പല രീതിയിൽ നേരിട്ടും അല്ലാതെയും എല്ലാം പ്രഘോഷിക്കുന്നവരുണ്ട്, ജീവിതത്തിലൂടെയും നല്ല പ്രവർത്തനങ്ങളിലൂടെയെല്ലാം. അവരെയൊക്കെ ഒന്ന് ഒരുമിച്ച് കൂട്ടുകയും അവരുടെ അനുഭവങ്ങൾ കേൾക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കാനൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുക. അതോടൊപ്പം നമ്മുടെ സമുദായ ശാക്തീകരണം. നമ്മൾ സഭയെന്ന് പറയുമ്പോൾ ദൈവികമായ ഒരു വശവുമുണ്ട്, മാനുഷികമായ ഒരു ഘടനയുണ്ട്. സമുദായം എന്ന് പറയുമ്പം സഭയുടെ മാനുഷിക ഘടനയുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതിനെ ശക്തിപ്പെടുത്തണം. നമുക്കിപ്പം ജനസംഖ്യ ഒത്തിരി കുറയുന്നു, കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുന്നു, അതുപോലെ രാഷ്ട്രീയ രംഗത്ത് നമ്മുടെ ആൾക്കാർ താല്പര്യമില്ലാതെയാവുന്നു, ഭരണരംഗത്തേക്ക് ആൾക്കാർ വരുന്നില്ല, ഉദ്യോഗസ്ഥ തലത്തിലേക്ക് വരുന്നില്ല, ഒരു അനിയന്ത്രിതവും ഒരുപക്ഷെ യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതുമായ ഒരു മൈഗ്രേഷൻ യുവജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നു. അതിലൂടെ യുവതയുടെ ഒരു നല്ല പങ്ക് നമ്മുടെ നാട് വിട്ടുപോകുന്ന അവസ്ഥകളുണ്ടാകുന്നു. ഇതിനൊന്നും നമുക്ക് നേരിട്ട് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനാവില്ലെങ്കിലും അവബോധത്തിലേക്ക് കൊണ്ടുവന്ന്, അതായത് നമ്മുടെ ജനസംഖ്യ ഇത്രയും കുറയുന്നു എന്നുള്ളത് നമ്മുടെ സഭാംഗങ്ങൾക്ക് ഇപ്പോഴും വേണ്ടത്ര അറിവില്ല. അവരുടെ അവബോധ തലത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവരെ തന്നെ ശക്തിപ്പെടുത്തി ഏത് രീതിയിൽ നമുക്ക് അതിനെ ഓവർകം ചെയ്യാം എന്നൊക്കെയുള്ള തീരുമാനങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ഇത് ഭാവിയിലേക്ക് നമ്മുടെ സഭയ്ക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു നല്ല കൂട്ടായ ഒരു പരിശ്രമമായിട്ട് മാറി. അതിലേറെ 35 രൂപതകളിൽ നിന്നുള്ള ആൾക്കാർ, വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നു, എല്ലാവരും കൂടെ ഒരേ ആരാധനയിൽ പങ്കെടുക്കുന്നു. പിതാക്കന്മാരും വൈദികരും സിസ്റ്റേഴ്സും അൽമാരും എല്ലാവരും കൂടെ ഒരുമിച്ച് ആ ഒരു കൂട്ടായ്മയുടെ അനുഭവം തന്നെ ഒരു വലിയ ശക്തിയായിട്ട് മാറി എന്നുള്ളതാണ് വാസ്തവം. ഉദ്ഘാടന സമ്മേളനത്തിൽ ജോർജ് വില്യൻ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലിയൊരു മുന്നറിയിപ്പ് സഭയ്ക്ക് നൽകിയായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ പറമ്പുകളെല്ലാം ഇപ്പോൾ ഒരു ആളറിഞ്ഞ പറമ്പുകളായി കഴിഞ്ഞാൽ കുരങ്ങന്മാർ വന്ന് ചേരും എന്നുള്ളൊരു വലിയൊരു മുന്നറിയിപ്പ് സഭയ്ക്ക് നൽകി. ഇത് ക്രൈസ്തവ മെത്രാന്മാരെല്ലാവരും വളരെ ഗൗരവത്തോടെ എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു വിഷയം? തീർച്ചയായിട്ടും അതിനകത്ത് മെത്രാന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പരിധിയുണ്ട്. നമുക്ക് നമ്മുടെ ജനത്തിൻ്റെ അവബോധത്തിലേക്ക് ഇത് കൊണ്ടുവരാൻ മാത്രമേ പറ്റത്തുള്ളൂ. പറമ്പെല്ലാം കൂടെ മെത്രാന്മാർക്ക് മേടിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എൻ്റെ വിചാരം, പറമ്പ് ആളൊഴിഞ്ഞ് കിടക്കുമ്പം കുരങ്ങന്മാർ വരുമെങ്കിൽ കുരങ്ങന്മാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആളൊഴിഞ്ഞ പറമ്പുകൾ ആക്കിയവരെയല്ലേ നമ്മൾ കുറ്റം പറയേണ്ടത്. നമ്മുടെ ജനത്തിന് നമ്മുടെ നാട്ടിലെ അസറ്റ്, അതിൻ്റെ വില മനസ്സിലാകുന്നില്ല. ഭൂമി പണയപ്പെടുത്തിയും വീട് പണയപ്പെടുത്തിയും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ വലിയ കടക്കണിയിലേക്ക് വരുന്ന ഒരു സമൂഹം. ഇതൊക്കെ എത്ര പറഞ്ഞു കൊടുത്തിട്ടും ഒരുപക്ഷെ നമ്മുടെ ജനത്തിന് അത് അങ്ങോട്ട് ശരിയായിട്ട് മനസ്സിലാവുന്നില്ല. അവർ വിചാരിക്കുന്ന ഇവിടാണേലും അവിടെ ആണെങ്കിലും ഇപ്പോൾ എന്താ എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ പോവുകയാണ്. അപ്പോൾ അടുത്ത ജനറേഷനൊക്കെ വരുമ്പം അവർക്ക് നമ്മുടെ ഈ സംസ്കാരവുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാവുമോ, അങ്ങനെയൊക്കെയുള്ള ദൂരക്കാഴ്ചകൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തിന് ഇല്ലാതെ പോകുന്നു. എനിക്ക് തോന്നുന്നു അവിടെയും നമ്മൾ വേറെ ആരെയും കുറ്റം പറയേണ്ട, നമ്മൾ തന്നെ കുറച്ചുകൂടെ ശക്തിപ്പെടുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. വളരെ അഭിമാനകര നിമിഷമാണ് സീറോ മലബാർ സഭ ഇപ്പോൾ
കടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 4 ദിവസം നടന്നിരുന്ന ഈ അസംബ്ലി ഉവ്വ. വളരെ വിജയകരമായി നടന്നു കഴിഞ്ഞു. പക്ഷേ അതോടൊപ്പം തന്നെ ചെറിയ ദൗർഭാഗ്യകരമായ നിമിഷങ്ങൾ മാധ്യമങ്ങളുടെ എല്ലാം ചില സംഭവങ്ങൾ പുറത്തു വരികയുണ്ടായി വേദനിപ്പിക്കുന്ന രീതിയിൽ. ഓവാ ഈ നമ്മുടെ കമ്മ്യൂണിറ്റി എല്ലാവരും കൂടെ ഒരുമയോടുകൂടി ഇരിക്കുമ്പം ഒരു 4 പേര് വിചാരിച്ചാൽ മതി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാം. വാർത്തകൾ ഉണ്ടാക്കാൻ ഒരു കൂട്ടർ തീരുമാനിച്ചാൽ അവരെ നമുക്ക് ആർക്കും തടയാനായിട്ട് പറ്റത്തില്ല. അവർ തീരുമാനിച്ചാണ് വരുന്നത് വാർത്തകൾ ഉണ്ടാക്കണം. അതായത് അവരാരും ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയതായിട്ടൊന്നും ഞങ്ങൾ കണ്ടില്ല. പക്ഷേ വാർത്ത വന്നു, അവർ ഹാപ്പിയായി. അതായത് നമ്മുടെ സഭാ സമൂഹത്തിൻ്റെ ഐക്യത്തെ തകർക്കാനും നമ്മുടെ നല്ലൊരു കൂട്ടായ്മയുടെ അനുഭവം വരുമ്പം അതിനെ ചെളിവാരി തേക്കാനും ഒക്കെ അതിനകത്ത് 7 പേരും 8 പേരും ഒന്നും വേണ്ട, 2 പേര് മതി. അവർ കിടന്ന് എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ വാർത്തകൾ ഉണ്ടാക്കുന്നവർക്ക് അമിത പ്രാധാന്യം കൊടുക്കുമ്പോൾ എനിക്കൊന്ന് മാധ്യമങ്ങളും കൂടെ കുറച്ച് ജാഗ്രത പുലർത്തണം. ഇവിടെ 348 പേരിൽ 340 പേര് ഒരു മനസ്സോടെ ഇരിക്കുന്നു. 8 പേര് ഒരു കത്തെഴുതിയാൽ അതിന് ഇത്ര വലിയ വാർത്താ പ്രാധാന്യം നമ്മൾ കൊടുക്കണോ? വാർത്താ പ്രാധാന്യം കിട്ടുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൂടുന്നത്. എനിക്ക് തോന്നുന്നു പരിഷ്കൃതമായ ഒരു സമൂഹം ഇത്തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തകരെയും വിഘടനവാദികളെയും പരാജയപ്പെടുത്തുകയാണ് വേണ്ടത്. പക്ഷേ ദൗർഭാഗ്യവശാൽ മാധ്യമങ്ങളിൽ അവർക്കാണ് പ്രാധാന്യം കിട്ടുന്നത്. നന്മയുടെ വശമൊന്നും കാണുന്നില്ല. ഇപ്പോൾ ഇവിടെ വന്ന എല്ലാവർക്കും, ഇവിടെ ഇന്നലെ ഒരു സഹോദരൻ പറഞ്ഞത് കണ്ണ് നിറയുന്ന അനുഭവമായിട്ടാണ് അദ്ദേഹം പോകുന്നത്. കാരണം ഇത്രയും പേര് ഒരുമിച്ച് കൂടി ഒരു മനസ്സോടെ ചിന്തിക്കുന്ന ഒരു വലിയ വേദി സീറോ മലബാർ സഭ എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ ശക്തിയാണ്. നമുക്ക് തന്നെ നമ്മുടെ വലിപ്പം അറിയത്തില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള വിഘടിത പരിശ്രമങ്ങൾ എന്നും ഉണ്ടാവും. അത് ഇന്ന് മാത്രമല്ല, അത് നാളെയും ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷേ അസംബ്ലി അതിനെ അപലപിച്ചു, ആ പ്രവർത്തനത്തെ അപലപിച്ചു. പക്ഷേ മുന്നോട്ട് പോകാൻ അത് സാരമില്ല എന്ന് പരിധിപ്പിച്ച് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുക. ചർച്ചകൾ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒന്ന് വിശ്വാസ പരിശീലനത്തെ സംബന്ധിച്ചാണ്, അതിനെ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഒരു ചർച്ചകൾ പ്രധാനമായിട്ട്. പിന്നെ അൽമായരുടെ സക്രിയമായ സഹഭാഗിത്വം ഈ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നേതൃത്വ നിരയിലുമൊക്കെ. അതുപോലെ തന്നെ സമൂഹത്തെ ശക്തിപ്പെടുത്താനായിട്ട് ഈ സഭയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സമൂഹത്തെ, ക്രൈസ്തവ സമൂഹത്തെയും സീറോ മലബാർ സമൂഹത്തെയും പിന്നെ നമ്മുടെ സമൂഹത്തെ, ഭാരതത്തിലെ പ്രത്യേകിച്ച് സമൂഹങ്ങളെയൊക്കെ ശക്തിപ്പെടുത്താനും അവകാശങ്ങൾ നേടിയെടുക്കാനും ഒക്കെ ആയിട്ട് ഈ നേതൃത്വ പരിശീലനവും അതുപോലെ തന്നെ അവകാശങ്ങൾക്ക് വേണ്ടിയ നിരന്തരമായിട്ട് നിവേദനങ്ങളൊക്കെ നടത്താനുള്ള ഉത്സാഹം, ഇങ്ങനെ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചർച്ചകൾ ചെയ്തത്. വിശ്വാസ പരിശീലനം, അതുപോലെ തന്നെ അൽമായരുടെ പ്രേക്ഷിത ദൗത്യം, നമ്മുടെ സഭയുടെ മൊത്തം പ്രേക്ഷിത ദൗത്യം, പിന്നെ നമ്മുടെ സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ ഈ സീറോ മലബാർ ചർച്ച എങ്ങനെ ഒന്നിച്ച് കൂട്ടായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. ഇത്രയും കാര്യമില്ല, വളരെ നല്ല ഇതായിരുന്നു, സക്സസ് ആയിരുന്നു, നന്നായിരുന്നു. ഒരു സഭയുടെ വലിയ ആഘോഷവും സന്തോഷമായിരുന്നു. പിതാക്കന്മാർ, അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, അൽമായർ, യുവജനങ്ങൾ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു സീറോ മലബാർ കുടുംബത്തിൻ്റെ ഒരു സമ്മേളനമായിരുന്നു. അപ്പം ഒരു കുടുംബത്തിൽ എന്തൊക്കെ വേണം ആ കാര്യങ്ങളെല്ലാം അവിടെ നടന്നു. നല്ല ചർച്ചകൾ, നല്ല പ്രാർത്ഥന, നല്ല വിശുദ്ധ കുർബാന, നല്ല ആരാധന, പിന്നെ നല്ല സൗഹൃദം, നല്ല സൗകര്യങ്ങൾ. പിന്നെ പാലാരൂപത ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ള ഈ സൗകര്യങ്ങളൊക്കെ ഇത് ഒരു യുണീക്കാണ്, വേറൊരിടത്തും ചെയ്യാൻ പറ്റില്ല. അതുമാത്രമുള്ള ഒരു ഹൃദ്യത, സ്വന്തം വീട്ടിൽ ജീവിക്കുന്നുള്ള ഒരു അനുഭവം കിട്ടി. പിന്നെ വളരെ അർത്ഥവത്തായ ഒരു ചർച്ച നടന്നു. സഭയുടെ എല്ലാ ഭാഗത്തുനിന്നും 6 ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുക 6 ഭൂഖണ്ഡത്തിൽ നിന്നുള്ള പ്രതിനിധികളുണ്ടായിരുന്നു. അവരെല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞു, അതെല്ലാം ക്രോഡീകരിച്ചു. അതിനി സിനഡ് സമർപ്പിച്ചിട്ടുണ്ട്. സിനഡ് ചർച്ച ചെയ്ത് അതിനെക്കുറിച്ച് ആക്ഷപ്പെടാനും തീരുമാനമുണ്ടാക്കും. അതിന് തീം ഇതായിരുന്നല്ലോ, ദ മിഷൻ ആൻഡ് ലൈഫ് ഓഫ് ചർച്ച് റെസ്പോൺസ് ടു ദി കറണ്ട് നീഡ്സ്. ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ള സഭ എങ്ങനെയാണ് ലൈഫ് ആൻഡ് മിഷൻ ദൗത്യം എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇപ്പം വർത്തമാനകാലത്തെ പ്രശ്നങ്ങൾ, സാധ്യതകൾ, കാരണങ്ങൾ, ചെയ്യേണ്ട പ്രവൃത്തികൾ, കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. താങ്ക് യു സാർ. ഓക്കെ.